അയ്യോ, നിങ്ങളുടെ ഔദാര്യം പറ്റാൻ മണ്ണൊന്നും അല്ല ഞാൻ. കിട്ടാനുള്ളതും കൊണ്ടേ ഈ വിശ്വം പോവും. ആണുങ്ങളില്ലാത്ത നേരത്തെ വീട്ടിൽ വന്ന് ബഹളം വെച്ചാലേ ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ലെന്ന് കരുതരുത് വിശ്വ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന്. പക്ഷെ ഞാൻ വന്നതേ അതിന്റെ കണക്കെടുപ്പിനല്ല, എന്റെ കുടുംബത്തിലേക്ക് കിട്ടാനുള്ള വാങ്ങിക്കാനാ. നിങ്ങൾ അവളെ വിളിക്കേ, ബാക്കി ഞാൻ അവളോട് പറഞ്ഞോളാം. പറയാനുള്ളതെല്ലാം നീ പറഞ്ഞല്ലോ, ഞാൻ കേൾക്കുകയും ചെയ്തു. കുഴപ്പത്തിൽ നിൽക്കാതെ പോ വിശ്വ. ഓ പിന്നെ ഇത്രയും ദൂരം ഞാൻ വന്നത് വെറുതെ അങ്ങ് പോകാനെന്ന് കരുതിയോ? നിങ്ങൾ അവളെ വിളിക്കേ. എന്താ എന്താ പ്രശ്നം? താനാരാ? ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ, നിങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ട. ഓക്കെ, ഐ എം സോറി. പെണ്ണുപിള്ളേ, എന്റെ സ്വന്തം അനിയനാ നന്ദു. അവന് പറ്റിയ ഒരേ ഒരു അബദ്ധമാണ് ഇവിടെ ഒന്ന് സംബന്ധം കൂടിയത്. മിലിറ്ററി ഓഫീസർ റാങ്കുള്ള ഒരുത്തന് വന്ന് കയറാൻ പറ്റിയൊരു വീട്. അവനെ കണ്ണും കൈയും കാണിച്ച് മയക്കെടുത്തിട്ട് വേണ്ട വേണ്ടെന്ന് അവനോട് 100 വട്ടം പറഞ്ഞതാ, കേട്ടില്ല. എന്നിട്ട് എന്തായി? താലി കെട്ടേണ്ട അന്ന് പന്തലിന്ന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. പിന്നെ വെടികൊണ്ട് ചത്തുന്നൊരു ടെലഗ്രാമാ വന്നത്. താലി മാഹാത്മ്യം. ഒരു രാത്രി കൂടി അവൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോ അവന്റെ ചാവ് വിലയായി കിട്ടാൻ പോകുന്ന കാശ് വാങ്ങി സൂഹിക്കാൻ പോവാ. രൂപ 1 2 അല്ല, 30 ലക്ഷമാ. 30 ലക്ഷം തീറ്റിക്കാൻ ഞാൻ. വിശ്വ നിന്നോടാ പറഞ്ഞത്, നീ പോയി കുമാരേട്ടനുള്ള പോവാ. കുമാരേട്ടൻ സംസാരിക്കാൻ പറ്റിയ പാർട്ടി. എനിക്ക് അവളോട് സംസാരിക്കേണ്ടത്. വിളിക്കവിടെ, ഇല്ലെങ്കിൽ ഞാൻ വലിക്ക് പുറത്തേക്കിടും. മിസ്റ്റർ, നാണമല്ലേ തനിക്ക്? നഷ്ടപ്പെട്ടു പോയ ഒരു ജീവന്റെ പേരിൽ ഇങ്ങനെ വിലപേശാൻ? ഇവനാണ് അവളുടെ പുതിയ സംബന്ധക്കാരൻ, അതോ നിന്റെ രഹസ്യക്കാരനോ? നാടിന് വേണ്ടി ജീവൻ കൊടുത്തൊരു പട്ടാളക്കാരന്റെ ശവത്തിന് വില പറയുന്ന പരമനാറി നീ. എന്തറിയാം നിനക്കൊരു പട്ടാളക്കാരനെ കുറിച്ച്? നാടിന്റെയും നാട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളെ മറന്ന് ജീവൻ പണയം വെച്ച് കാവലിരിക്കുന്നവനാ ഓരോ പട്ടാളക്കാരനും. അവസാനം വെടികൊണ്ട് ചാവുമ്പോ ആഘോഷമായിട്ട് ശവസംസ്കാരം നടത്തി വീരമൃത്യുവിന്റെ കടം വിട്ടും സർക്കാർ. ആ ചൂടാറുന്നതിന് മുമ്പ് തുടങ്ങും ബന്ധുക്കള് അവന്റെ ജീവന്റെ വിലയ്ക്ക് വേണ്ടി കടിപിടി കൂടെ. ഇവിടെ ചിലരൊക്കെ സഹായക്കാരായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് കേട്ടിരുന്നു. അത് നമ്മളാണല്ലേ. ആളെ ഇപ്പോഴാ മനസ്സിലായത്. ധൈര്യമായിട്ട് മുട്ടിക്കോ, അവൻ തൊട്ടിട്ടില്ല, ഫ്രഷാ. നോക്കിക്കണ്ടെടുത്തോണ്ട് പോടോ. ഇവന് കിട്ടിയത് പോരാ. ചത്തുപോയ ഭർത്താവിന്റെ ചേട്ടനെ തല്ലിക്കാൻ ആളെ ഏർപ്പാടാക്കിട്ട് മാറിയെന്ന് രസിക്കുക അവള്. ഒരേട്ടൻ ഒരമ്മയുടെ മക്കളൊന്നും അല്ലല്ലോ. ജീവിച്ചിരുന്നപ്പോ നന്ദുവിനെ അമ്മയും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നന്ദു മരിച്ചപ്പോഴോ അടക്കം ചെയ്തപ്പോഴോ വരാത്തൊരേട്ടൻ ഇപ്പൊ കിട്ടാൻ പോകുന്ന പണത്തെ പറ്റി അറിഞ്ഞപ്പോ അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു. താലി കെട്ടിയെന്നൊരു ബന്ധം ഞാനും നന്ദും തമ്മിലുള്ളൂ. ശരിയാണ്, ആ അവകാശം പറഞ്ഞ് ഞാൻ തൃക്കങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. പിന്നെ നന്ദുവിന്റെ മരണത്തിന്റെ പേര് കിട്ടുന്ന പണം, അതിനൊരു ചില്ലി കാശ് പോലെ എനിക്ക് വേണ്ട. അത് അർഹിക്കുന്നവർക്ക് തന്നെ കിട്ടും. നന്ദുവിന്റെ അമ്മയ്ക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും ദൂർത്തടിക്കാൻ അത് കിട്ടുമെന്ന് കരുതണ്ട. മേലിൽ
ഈ ബന്ധത്തിന്റെ പണത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരും വേണ്ട. Hey, take him. Come on, come on. Give it to headquarters. Okay? Quick. It's true, sir. വിജയകരമായ ഒരു അറ്റാക്കിന് ശേഷം ഞങ്ങളിപ്പോൾ അടുത്ത മൂന്നുള്ള ഓർഡറും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല്ലും നഖങ്ങളും മറച്ചു വെച്ചിരിക്കുന്ന ഒരു യക്ഷിയെപ്പോലെ സുന്ദരമാണ് ഈ സ്ഥലം. പ്രിയപ്പെട്ട വിമല, അടുക്കും മുമ്പേ നിന്നെ വിട്ട് പോരേണ്ടി വന്നെങ്കിലും മനസ്സ് നിന്നെ ചുറ്റിപ്പറ്റി അവിടെ തന്നെയുണ്ട്. താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുമെന്നറിയാം. നമ്മുടേത് മാത്രമായ നിമിഷങ്ങൾക്കായി കൊതിയോടെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ മാത്രം നന്ദു. നിന്റെ ചരക്കിന്റെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. സാറില്ലടാ, നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഭാര്യയുടെ പ്രസവം അറിഞ്ഞിട്ടാണ് ഞാൻ ലീവിന് പോയത്. മാസം തികയാതെ അവൾ പ്രസവിച്ച് കുട്ടിയൊന്നും എടുക്കാൻ പോലും പറ്റാതെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന കണ്ടോണ്ടാ ഞാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ പട്ടാളക്കാർക്ക് പറഞ്ഞിട്ടില്ലടാ. താലി കെട്ടിയതേ ഉള്ളൂ പീറ്റേട്ടാ. പന്തലിൽ നിന്ന് ഇറങ്ങി പോന്നതാ. അവളെ ശരിക്കൊന്ന് കണ്ടത് കൂടിയില്ല. नंदू सच आराम का समय खत्म. अगला जगह के लिए Yes, sir. पीटर जल्दी. चारों तरफ देखो, अपने अपने पोर्शन ले लो. जल्दी चल. पीटर 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 सर पीटर 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 चलो सब लोग चलो यहाँ से. पीटर Come on, come on. पीटर पीटर Come on, I say, come on. सर
on, Benny. जल्दी जल्दी बोल, इसके साथ वाला बाकी हरामिया कहाँ है? जल्दी बोल, नहीं तो सबको गोली मार के उड़ा दूंगा। बोल। अबे वो लंगड़े, तू तो बोल, नहीं तो तेरी दूसरी टांग भी तोड़ दूंगा। बोल। Hey, stop later. Copper for Tiger. Target engaged. 2 borders killed. 1 casualty 1. Operation still on. Detailed report follows. Over. बोल। नंदू, छोड़ो उसको. अपने आप को संभाल करो. ऐलोन ചെയ്യരുത്. മാറുക. No, ഇവർക്കറിയാം അവന്മാർ എവിടെ ഒളിച്ചിരിക്കുന്നെന്ന്. നമ്മൾ ദേ കടിച്ച ഇവറ്റകൾ വായ തുറക്കില്ല. രണ്ടെണ്ണത്തിന് നെറ്റി ഒളിച്ച ഇവളുമാർ സത്യം പറയും. നന്ദു, നിരായുധരെ വധിക്കാനും ആക്രമിക്കാനും നമുക്ക് അധികാരമില്ല. उन लोगों को कहां छुपा के रखा है? मैं आखिरी बार बोल रहा हूं, नहीं तो इसको गोली मार के उड़ा दूंगा। Nandu, put your gun down. Put your gun down. സമയം ഒരുപാടായി. നീ വയ്ക്ക. പിന്നെ എന്താണ്? വല്ലാത്തൊരു ജീവിതമാണ് നമ്മൾ ഈ പട്ടാളക്കാരുടെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരെ ശത്രുവാണെന്ന് മനസ്സിൽ വിചാരിച്ച് വെടിവെച്ചു കൊല്ലുന്നവർ. അവരെ കൊന്നുകൂട്ടിന് കിട്ടുന്ന വീരശൃംഖലകൾക്കൊന്നും പട്ടാളക്കാരന്റെ മനസ്സിൽ തീയണക്കാനാവില്ലടാ. ജീവന്റെ അവസാന തുടിപ്പിലും ദയനീയമായി നോക്കുന്ന കണ്ണുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊന്നൊരു ശത്രുതയില്ല, പകയുമില്ല. ഏത് വേഷം കെട്ടിയാലും എവിടെ പോയി ഒളിച്ചാലും നിമിഷ നേരം കൊണ്ട് കൺമുമ്പിൽ തെളിഞ്ഞു വരും. വിടില്ല, ജീവിതാന്ത്യം വരെ വിടില്ല. അണ്ണാ, സമയം ഒരുപാടായി, നമുക്ക് താഴെ പോവാം. നീ എന്നെ സമയത്തെ കുറിച്ചൊന്നും പഠിപ്പിക്കണ്ട. അതോ ഞാൻ വല്ല മദ്യവെച്ച് മതോന്മത്തനായി എന്ന് വല്ല ധാരണയുണ്ടോ നിനക്ക്? അതല്ല അണ്ണാ, വാ. നീ വയ്ക്കോ, ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ ഇരിക്കാൻ പോവാ. അണ്ണൻ വാ. വയ്ക്കോടാ. ഗുഡ് നൈറ്റ്. ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ക്യാമ്പിൽ വന്ന് കാണാൻ ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ഇന്നലെ ഒരു സോറി പോലും പറയാൻ പറ്റിയില്ല. അയ്യോ, അതിന് മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ? വിമലയുടെ കുടുംബകാര്യങ്ങൾ ഇടപെട്ടതിന് ഒഴിഞ്ഞു മാറാൻ പരമാവധി ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ നിയന്ത്രണം വിട്ടു. വിമലയെ ആദ്യം കണ്ടപ്പോഴോ പിന്നീട് പരിചയപ്പെട്ടപ്പോഴോ ഒന്നും ഇങ്ങനെ ഒരു ദുരന്തം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളാണെന്ന് തോന്നിയതേ ഇല്ല. ഒരു വിധവയുടെ ദുഃഖം മുഖത്തണി നടന്നിട്ട് എന്തിനാ? എന്നെ സ്നേഹിക്കുന്നവരെ കൂടി സങ്കടപ്പെടുത്താനോ? അല്ലെങ്കിലും നന്ദു മരിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് സങ്കടമാണോ തോന്നിയെന്നൊന്നും അറിയില്ല. ഒരുതരം മരവിപ്പായിരുന്നു. ഇഷ്ടപ്പെടാൻ മനസ്സൊരുങ്ങും മുമ്പേ നഷ്ടപ്പെട്ടില്ലേ. ലീവ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു ചെല്ലാനുള്ള അറിയിപ്പ് കിട്ടിയത് കല്യാണത്തലേന്നാ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതുകൊണ്ട് ചടങ്ങ് നടത്തിയെന്ന് മാത്രം. കല്യാണപ്പന്തലിൽ നിന്നാ നന്ദു ഇറങ്ങിപ്പോയത്. ശരിക്കൊന്ന് പരിചയപ്പെട്ടത് കൂടിയില്ല. സങ്കടമുണ്ട്. അത് പക്ഷേ വിധവയാകേണ്ടി വന്നോണ്ടൊന്നുമല്ല. നന്ദുവിന് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്റെ നിർഭാഗ്യമാണല്ലോ എന്നോർത്തിട്ടാ. ഒരു ദുരന്തവും ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിലും പിന്നെ ജീവിതമേ ഉണ്ടാകാൻ പാടില്ലല്ലോ. എല്ലാം അവസാനിച്ചൊന്ന് കരുതുന്നിടത്ത് വീണ്ടും പുതിയ പ്രതീക്ഷകളുണ്ടാവും. വരട്ടെ, 1-2 അടുത്തൂടി കളക്ഷന് പോകാനുള്ളതാ. ശരി. അവന്റെ മക്കളുടെ ഒരു കളി.
സത്യം പറ, അച്ഛൻ എവിടെ? അറിയില്ല. കള്ളം പറയരുത്. അച്ഛൻ എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളം വായിക്കും. സത്യം പറ, അച്ഛൻ എവിടെ? അച്ഛൻ എവിടെ? സത്യം പറ. അടിച്ചിന്റെ കാരണം പറ്റിക്ക് മനസ്സിലായി. മിഠായി എവിടെ? ഇല്ലേ? അയ്യോ, എന്താ സാറേ? നിനക്കൊന്നും അറിയില്ലല്ലേ? പണിക്കരുടെ കബഡി സഞ്ചി വാരി അവൻ ഓടിയത്. അവൻ എന്റെ കൈയിൽ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. അകത്തൊളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മര്യാദക്ക് വിളിക്കേ. ഈ കുട്ടികളാണ് സത്യം, ഇവിടെ ഇല്ല സാറേ. അവന്റെ അല്ലേ കുട്ടികള്. മോള് കരയണ്ട, സാർ ഒന്നും ചെയ്യില്ല. അച്ഛൻ എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ചെയ്യും. പണിക്കർക്ക് തലമുറകളായി കൈമാറി കിട്ടിയ കബഡിയാ. കബഡിയില്ലാതെ അയാളുടെ പ്രവചനം തെറ്റിയിരിക്കുക. എന്റെ പ്രമോഷന്റെ കാര്യം പ്രവചിക്കാമെന്ന് ഏറ്റിരുന്നതാ. അതിനിടയിലല്ലേ അയ്യോ അവന്റെ കബഡി വാരി ഓട്ടം. സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. പൊക്കിള്ളിയിട്ട് 14 ഇഞ്ചക്ഷൻ എടുത്തൊരു സബ് ഇൻസ്പെക്ടറാണ് ഞാൻ. എന്നെ വെറുതെ പേ പിടിപ്പിക്കരുത്. ഞാനിപ്പോ പോകുന്നു. പനിക്കര തല്ലിയേനും സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിച്ചേനും പരാതി വേറെ കിട്ടിയിട്ടുണ്ട്. അവൻ ഇവിടെ എത്തിയാലുടെ സ്റ്റേഷനിൽ ഹാജരാവാൻ പറയണം. ഇല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധത്തിന് കേസെടുത്ത് ഞാൻ അകത്ത് തള്ളും. പ്രകൃതി വിരുദ്ധം അല്ല സാർ, സാമൂഹ്യ വിരുദ്ധം. രണ്ടും ഒന്ന് തന്നെ. നല്ല തുടുത്ത തേങ്ങ. ഈ കള്ളൻ ഭാസ്കരനൊന്നും ഇതുവഴി വരാറില്ലല്ലേ? എന്താ സാറേ ഈ ഓന്തിന് മൂക്കിപ്പൊടി കൊടുത്ത പോലെ എന്റെ മുറ്റത്തൊരു തെരച്ചില്? ആ സമയത്ത് ഏതാ ഇവിടെ ഒരു വണ്ടി ചുറ്റിക്കിറങ്ങുന്ന പോയത്? എന്റെ സാറേ, ഞാനൊരു പൊതുപ്രവർത്തകനാ, അതും ഭരിക്കുന്ന പാർട്ടിയുടെ ആളാ. എന്നെ കാണാൻ ചിലപ്പോ മുഖ്യമന്ത്രി വരെ വന്നിരിക്കും. സാറ് പുതിയ ആളായതുകൊണ്ടാ. കൊറേ പട്ടാളക്കാർ ഇവിടെ കുറ്റി മറിച്ച് വന്നെന്ന് വെച്ച് മനുഷ്യനെ തൂറാൻ വരെ വിടില്ലെന്ന് വെച്ചാ. മോനെ പൊതുപ്രവർത്തക, നാട്ടുകാർ നിനക്ക് ഓമനിച്ച് തന്ന ഈ നേതാവ് പട്ടുണ്ടല്ലോ, അത് ഞാനങ്ങ് മാറ്റും. മുതവണം ചിലക്കുന്ന ഈ നാവുണ്ടല്ലോ, അതിന് നീളം കുറയ്ക്കുകയും ചെയ്യും. കാണോ നിനക്ക്? എന്താ സാറേ പ്രശ്നം? അറിഞ്ഞോ നിങ്ങൾ തീർക്കോ? എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, നിങ്ങളുടെ എല്ലാം സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സംശയമുള്ളിടത്ത് കയറും, പരിശോധിക്കും. എല്ലാവരും സഹകരിക്കണം, സഹകരിച്ചേ പറ്റൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയാ. സംശയം തോന്നിയാൽ ഞങ്ങൾ എവിടെയും കയറും. അയ്യോ, ഇതിനകത്ത് ആളുണ്ടായിരുന്നു. അയ്യോ, എന്താ പ്രശ്നം? നെറ്റ് കടിച്ചു പിടിച്ചിരിക്കാം, മുഖം കാണാനില്ല. ഓഹോ, ഒരു കാര്യം ചെയ്യ്, മുട്ടിന് താഴെ വെടിവെക്കും. അയ്യോ, വെടിവെക്കല്ലേ, ഞാൻ പൊക്കിത്തരാം. ഞാൻ കള്ളം ഭാസ്കരനാണ്. നിങ്ങൾ എല്ലാവരും വന്നിട്ടൊരു തീരുമാനമാകാമെന്ന് വെച്ചാ വിളിപ്പിച്ചത്. ഇവൻ ഇന്നലെ ഇവിടെ മോട്ടിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു രീതി വെച്ച് ഇങ്ങനെ ഒരുത്തൻ ജീവനോടെ മടങ്ങാറില്ല. പിന്നെ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ, നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. വർത്താനം പറഞ്ഞോണ്ട് നിൽക്കാതെ കെട്ടഴിച്ച് ഇവിടെ പ്രസിഡന്റ്. നീ പണിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ടിപ്പോ പഞ്ചായത്തിന് മാനം കെടുത്താനായിട്ട്. ഞാൻ നിർത്തിയതാ. പട്ടാളത്തിന് പോലീസിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കാൻ ക്യാമ്പിൽ നിന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും കട്ടോണ്ട് വരാൻ ഗബ്ബാർ സാറും പിലാക്കട്ടിയും കൂടെ പറഞ്ഞു വിട്ടതാ. ഇത് ഇവന്റെ നാവിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കണം. അതിനുവേണ്ടി എല്ലാവരും വിളിപ്പിച്ചത്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇവനെ മാത്രം തട്ടിയാ പോരാ, ആദ്യം തട്ടേണ്ടത് ആ ഗബ്ബാറിനെയാ. പട്ടാളം ഇവിടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ ഒരു പോലീസ് സ്റ്റേഷൻ? എന്നാലും പട്ടാള ക്യാമ്പ് തന്നെ കയറിയവന്റെ ധൈര്യം സമ്മതിക്കണം. ചന്ദനത്തിന് അത്രേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? അല്ല, ഇതാരാ? കൂട്ടുകാരന്റെ ഭാര്യ. കൂട്ടുകാരന്റെ ഭാര്യ? ഒരു കൂട്ടുകാരന്റെ ഭാര്യക്ക് മറ്റൊരു കൂട്ടുകാരനോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ എന്താ?
കുഴപ്പമുണ്ടോ? ഏയ് ഒരു കുഴപ്പമില്ല. പിന്നെ സാറിന്റെ ഒരു കൂട്ടുകാരന് വളരെ ഉപചാരപൂർവ്വം ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നു. കിട്ടിയോ? ഇനി അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് ഇവിടെ മടിക്കണ്ട കേട്ടോ. അപ്പോ വരട്ടെ കൂട്ടുകാരാ. ഓ, എന്നെ ശരിക്കും അറിയാൻ പാടില്ലാണ്ടാണ് അവന്. എന്താടി നിന്റെ മുഖത്ത് കറന്തലൂത്തിരിക്കണത്? എന്നാലും നിങ്ങൾ എന്നെ കൂട്ടുകാരന്റെ ഭാര്യയാക്കിയില്ലേ? അപ്പൊ നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോട് പോവാറുണ്ടല്ലേ? ഓ ദേ എനിക്ക് ചൊറിഞ്ഞേറ് പറഞ്ഞിട്ടുണ്ട്. എടി അതാ പട്ടാളമേതനാണ്. എന്നോടുള്ള ദേഷ്യത്തിന് നീ എന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ് അങ്ങേര് നിന്നെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒന്നുമല്ല, സത്യം ചെയ്യ്. നിങ്ങൾ വേറെയും പെണ്ണുങ്ങളോടൊപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ലേ? ഓ എടി നമ്മുടെ 2 മക്കളാണ് സത്യം. ഞാൻ നീ അല്ലാതെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കിടന്ന് ഉറങ്ങിയിട്ടില്ല. നിന്റെ അടുത്ത് വരുമ്പോ മാത്രമുള്ള ഉറക്കം. മറ്റുള്ളവർ ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എന്താ? ഒന്നുമില്ല എന്റെ ചെമ്പകം. എന്താ എന്താ ഉണ്ടായേ? അയ്യോ പാമ്പ എവിടെ? അകത്ത്, ഉത്തരത്തില്. ഓഹോ. അയ്യോ, അകത്തേക്ക് പോണ്ട. ഏയ് കുട്ടി പേടിക്കണ്ട. വല്ല വള്ളിയോ വയറോ തൂങ്ങി കിടക്കുന്നുണ്ട് കുട്ടിക്ക് തോന്നിയതോ? അല്ല, ഞാൻ കണ്ടതാ. ഉത്തരത്തിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് പത്തി വിടർത്തി നിൽക്കുക. ആഹാ. എവിടെ പാമ്പനെ കണ്ടത്? ദാ അവിടെ. കാണുന്നില്ലല്ലോ. ചിലപ്പോ മൂലോടിനുള്ളിൽ കയറി ഇരിപ്പുണ്ടാവും. മൂളി കയറി നോക്കാം. എന്തിനാ സാർ ഇവര് കരഞ്ഞ? അയ്യോ, ആ കുട്ടി ഒരു പാമ്പിനെ കണ്ട് കരഞ്ഞതാ. അകത്തേക്ക് നോക്കിയപ്പോ കാണാനില്ല. ചിലപ്പോ മുകളിൽ എവിടെയെങ്കിലും കയറി ഇരിപ്പുണ്ടാവും. ഒരു കാര്യം ചെയ്യ് സർ, പോയ റാപ്പിളിംഗ് റോപ്പ് എടുത്തുണ്ടോ? ഓക്കെ സാർ. കുട്ടി പേടിക്കണ്ട. അങ്ങനെ ഒരു പാമ്പ് ഇതിന്റെ മുകളിലുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഇല്ലടോ. ഞാൻ കയറിയപ്പോ സാർ? വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം. സൂക്ഷിക്കണേ. കുട്ടി ഭയപ്പെടണ്ട. ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഈസി അല്ലേ? അല്ല സാറ് സാറ് താഴെ ഇറക്കണോ? ഒന്നും പറ്റിയില്ലോ സാർ. ഓക്കെ ഓക്കെ, റെഡി സാർ? റെഡി സർ. 1 2 പുൾ. ബാലൻസ്. റെഡി സാർ? ഓൾ സാർ ലെഫ്റ്റ് സ്വിംഗ്. ഇങ്ങേർക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഒരു ഏണി വെച്ച് കയറിയാ മതി. മിണ്ടായിട്ടാ. Full swing. Yes, right. ready to land? Yes, I am going to land. Landing. Nice. അതവിടെ ഇരുന്നോട്ടെ സാർ. അതൊന്നും കുഴപ്പമില്ല. കിട്ടി കിട്ടി. ഇതൊക്കെ ഞങ്ങൾക്ക് ട്രെയിനിങ് സാധാരണയല്ലേ? അതെ അതെ. കാലൊന്ന് സ്ലിപ്പ് ചെയ്യോ? ഓട് കുറച്ച് പഴയതാണല്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നു? സത്യം പറ. അണ്ണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ആളാൻ വേണ്ടിട്ടല്ലേ കയറിയത്? മതി തിരുമ. പെണങ്ങല്ലേ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്താ ഈടെയായിട്ടൊരു ഇളക്കം? എന്തിളക്കം? ക്യാമ്പിലെ പിള്ളേരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മോദി പോ. അപ്പൊ എന്റെ കോട്ട കോട്ടക്കോ പോടാ. ആഹാ, നാളെ തിരുമാമട്ട് എന്നെ വിളിക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. പിന്നെ പരമശിവനല്ലേ പാമ്പിനെ പിടിക്കാൻ. എടാ പട്ടാള
ഇറങ്ങി വേടാ. എന്റെ വീടിന്റെ മോന്തായം തറത്തിട്ട് ഇവിടുന്ന് സൂയിക്ക് വാടോടാ. ഇറങ്ങി വാടാ. പോയി ഡ്യൂട്ടി കയറോ, ഇല്ലെങ്കിൽ സസ്പെൻഷൻ കിട്ടും. രാത്രി ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ. ഓ വേളം വെച്ചാ നീ എന്നെ അങ്ങ് ഓലത്തും. ആളില്ലാത്ത നേരം നോക്കി എന്റെ വീടിന്റെ മോന്തായത്തെ കയറി എന്ത് തോന്നിയ ദിവസം കാണിക്കാം. അല്ലടാ പന്നകളെ, ഇപ്പൊ കിട്ടുന്നത് എനിക്ക് പൊട്ടിയ ഓടിച്ച കാശ്. തമ്പുരാന്റെ എഴുന്നള്ള എന്ത് എത്ര വൈകിയത്. പോയിട്ട് പിന്നെ വാടോ. കുമാരനെ കളി പിടിപ്പിക്കരുത്. എന്റെ വീടിന്റെ കാശൊന്നും എന്റെ ശവം എടുക്കൊണ്ടിരുന്നു ഇവിടുന്ന്. പിന്നെ സാർ അയാളെ ഇങ്ങോട്ട് വിട്ടേക്ക് സാർ. മുഴുവൻ പണം ഇപ്പൊ തന്നെ വേണോ അതോ ഇപ്പൊ കിട്ടണം, ഇല്ലേ കളി പഠിപ്പിക്കും കുമാരൻ. എന്താ പാതം എന്തൊക്കെ ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? മതി. എന്നാ പോയി. ശരി സാർ. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ പട്ടാളക്കാർക്ക്? അതെന്താ, പട്ടാളക്കാരും മനുഷ്യർ തന്നെയാ. ഇന്ന് വ്രതം തുടങ്ങുക. നാട്ടിലെത്തിയാൽ ഉടനെ മല ചവിട്ടിച്ചോളാം അമ്മ നേർന്നതാ. ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ ഉഴപ്പുകായിരുന്നു. ഇനിയിപ്പോ അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതേതായാലും നന്നായി. അത് അമ്മയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ഇത് കഴിഞ്ഞാൽ ഉടനെ അമ്മ അടുത്ത ഡിമാൻഡുമായിട്ട് രംഗത്ത് വരും. എന്റെ കല്യാണേ മലയ്ക്ക് പോയിട്ട് വന്ന അത് നടക്കുന്ന അമ്മയുടെ വിചാരം. എന്നാ ഞാൻ ചെല്ലട്ടെ. ആയിക്കോട്ടെ. ഏത് ദുഷ്ടമാരാ ഈ ചതി ചെയ്തത്? നഞ്ചു കലക്കി മീൻ പിടിക്കാൻ വരുന്നവരെ രാത്രി കാവൽ കിടന്ന് വെട്ടി വെച്ച് കൊല്ലണം. അതാ വേണ്ടേ. എന്നാലും കൃഷ്ണപുരത്തേക്ക് പമ്പ് ചെയ്യണ കുടിവെള്ളത്തിൽ തന്നെ വേണം ഇവറ്റകൾക്ക് ഈ ക്രൂരത ചെയ്യാൻ. ഭഗവതി, നീ ഒന്നും കാണുന്നില്ലേ? ആ ഗുളികം പണിക്കർ അന്നേ പറഞ്ഞതാ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നു. പരിഹാരം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടും തീരില്ല. ഇത് മീന് പിടിക്കാൻ വേണ്ടി ആരോ എന്തോ ചെയ്തു എന്നല്ല നിങ്ങൾ കരുതും പോലൊന്നല്ല. കൃഷ്ണപുരത്തേക്ക് ഈ പുഴയെന്ന് വെള്ളം എടുക്കണമെന്ന് അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കൃഷ്ണപുരത്തെ കാര്യം മാത്രമല്ലല്ലോ, ഇവിടെ പല വീടുകളിലേക്കും ഈ പുഴയിലെ വെള്ളം തന്നെയല്ലേ കിട്ടുന്നത്. സാറ് വന്ന് നന്നായി. ഇത് കണ്ടില്ലേ, ആരോ വിഷം കളത്തിരിക്കാം മീൻ പിടിക്കാൻ. പൊന്നാരിമംഗലം നിവാസികൾക്കായുള്ള പട്ടാള മുന്നറിയിപ്പ്. നാളെ മുതൽ ഓരോ വീട്ടുകിണറ്റിലെയും വെള്ളം RAF ക്യാമ്പിൽ കൊണ്ടുവന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പുഴയിലെ മീൻ ചത്തു പൊങ്ങിയത് കണ്ടിട്ടാ പട്ടാളത്തിലെ ഈ നടപടി. ഓർക്ക് ഇത് പുതുമായിരിക്കും. നഞ്ചു കാലക്ക് മീൻ പിടിക്കാൻ ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ. വെറുതെ മനുഷ്യനെ സൂയിപ്പാക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. അതിർത്തിയിലൊക്കെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒഴിപ്പിക്കാൻ ഭീകരർ വെള്ളത്തിൽ വിഷം കലക്കും. അന്ന് ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെ പരിശോധിച്ചിട്ടാ വിടാറ്. അതിന് ഇവിടെ എവിടെയാ ഭീകരര്? ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ. ഷോക്കില്ല. എന്താ ഇത് അമ്മൻകുട മഹോത്സവം? ഉത്സവം പൂരമൊന്നും അല്ല സാറേ, കിണറ്റിലെ വെള്ളം പരിശോധിക്കണമെന്ന് പട്ടാളത്തിന്റെ കൽപ്പനയാണേ. ഈ പട്ടാള പൈസകൾക്ക് ഇത് എന്തിന്റെ കേടാ? അത് ഏറ്റുതുള്ളാൻ കുറെ നാട്ടുകാർ കഴുതകളും. സൂക്ഷിച്ചോളാൻ പറഞ്ഞതാ. ഒരു തവണ രുചി അറിഞ്ഞതാടേ. ഇതെന്തോടെ ഇവിടെ വല്ല സ്വിമ്മിംഗ് പൂളും പണിയാൻ പോകുന്നുണ്ടോ? ഇതിന് മാത്രം വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരുന്ന സാറല്ലേ അനൗൺസ് ചെയ്തു. അതൊരു ചെറിയ കുപ്പി കൊണ്ടുവന്നാ പോരെ. എന്തായാലും കൊണ്ടുവന്നില്ലേ, നാളെ കുപ്പിയിൽ കൊണ്ടുവരാൻ പറയാം. ഇങ്ങനെ പോയാൽ നമ്മൾ സർവ്വ കച്ചവടം പൂട്ടി കെട്ടേണ്ടി വരില്ല പഠിച്ചോനെ. ഇതും കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ സ്റ്റുഡൻസ് എല്ലാം പോകുമല്ലോ. ഓ ഭഗവതി, ഇന്നെങ്കിലും അവർക്ക് വണ്ടി തള്ളാതെ കഴിക്കാം. KP രാമചന്ദ്രൻ. 3, 4, 5. അതെ, നാളെ വരുമ്പോ ഈ തടിയനെയും പിള്ളേരെയും കൊണ്ടുവരണ്ട കേട്ടോ. എനിക്ക് വയ്യ കുടം ഇത്രയും ദൂരം ചുമന്നോണ്ട് വരാൻ. അത് സാരില്ല, കുപ്പി കൊണ്ടുവന്നാ മതി. പിന്നെ പോകുമ്പോ ടെന്റിന്റെ പുറകഴി വരണേ, ഞാൻ അവിടെ കാത്തിരിക്കാം. കൊടം 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 ഇപ്പുറത്തേക്കിട്ട് കൊടം.
നമ്പർ ഇടായിരുന്നു. അത് ഈ നമ്പർ ഇടണ്ട. കറക്റ്റ്. കുട്ടി നോക്കിയും കണ്ടൊക്കെ നമ്പർ ഇട്ടില്ലെങ്കിലേ നമ്പർ റോങ് ആവും. ആ നായര് വൈദ്യരുടെ ചൂണ്ടയിലേ പട്ടാഭി സാറ് കുരുങ്ങിന്നാ തോന്നണേ. നിന്ന് കുറുകണണ്ടില്ലേ? ജോലിക്ക് പോകാൻ വൈകിയല്ലേ? അപ്പം വൈദ്യരുടെ മോളോട് മാത്രല്ല കുമാരൻ പറഞ്ഞു നടക്കുന്നത് വെറുതെ അല്ലട്ടോ. പട്ടാളത്തിന് പഞ്ചാരടിക്കാൻ വേണ്ടിട്ടാണ് ഈ വെള്ളം പരിശോധന. കൃഷ്ണകുട്ടേ, സർ. ഇതൊന്ന് നമ്പർ ഇട്ട് മാറ്റി വെച്ചേക്കാം. സർ. നിങ്ങൾ പൊയ്ക്കോളൂ, ഞങ്ങൾ പരിശോധിച്ചിട്ട് വരും അറിയിക്കാം. പൊക്കോളൂ പൊക്കോളൂ. പട്ടാളക്കാമിനകത്ത് കയറി ഒന്ന് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ ഇത് നോക്കി പിടിച്ചിരുന്ന് കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയാണ്. അവർക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? ഉണ്ടോ? തന്റെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തൊരു ജവാന്റെ വിധവേ അവര്. അവർക്ക് പ്രത്യേകത ഉണ്ട്. സാർ പ്ലീസ്.